ഇന്നൊരു കോൺഫറൻസിന് പോയ കഥയാണ്. അവിടെ എത്തി ഞങ്ങൾ കുറച്ച് സ്പീച്ചൊക്കെ കേട്ടു. ഞങ്ങൾ അവിടെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അത് പിന്നെ പതിവാണല്ലോ. ഞങ്ങളെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ബ്രേക്കായി. ബ്രേക്കിന് ചായയും വെള്ള കളറിൽ എന്തോ ഒരു അപ്പവുമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹാളിലോട്ട് കയറി. അപ്പോൾ ലഞ്ചിന് എന്തായിരിക്കും എന്നുള്ളതായിരുന്നു നെക്സ്റ്റ് തോട്ട്. കുറച്ച് വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും ലഞ്ചിനുള്ള ടൈമായി. ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും അതേപോലെ സാലഡും ഒക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ഞാൻ ഷുഗർ കട്ടായിരുന്നു, എങ്കിലും ഐസ്ക്രീം ഫ്രീ ആയി കിട്ടുമ്പോൾ കഴിക്കാമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിൽ മേലോട്ട് പോവാ താഴോട്ട് പോവാ, ഇങ്ങനെയായിരുന്നു പരിപാടി. ഇത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ബ്രേക്കായി. നെക്സ്റ്റ് ബ്രേക്കിന് ചായയും ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു. വയറ് ഫുള്ളായതുകൊണ്ടാണോ എന്നറിയില്ല, ഇടയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉറങ്ങിയ ആൾക്കാരെയൊക്കെ എണീപ്പിക്കാൻ വേണ്ടി അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. ഇതൊരു 6:30-ക്ക് ശേഷമായിരുന്നു തുടങ്ങിയത്. പരിപാടി കൊള്ളായിരുന്നു. പല ടൈപ്പ് ഓഫ് ടാലൻ്റുള്ള ആൾക്കാരെ കണ്ടു. ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ബോറടിച്ചില്ല. പിന്നെ മെയിൻ ഫോക്കസ് ഫുഡിലായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ആയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കില്ലായിരുന്നു പണി. എവിടെ പോയാലും ഫുഡാണല്ലോ മെയിൻ. ഇങ്ങനെ കഴിക്കാൻ ടൈമായി. അപ്പോൾ ഡിന്നറിന് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കനും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ടോട്ടൽ 6 തവണയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഐസ്ക്രീം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിലോട്ട് നടന്നു. ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഇനിയും ഫുഡ് കഴിച്ചാൽ വയർ പൊട്ടിപ്പോവും, അതുകൊണ്ട് കഴിക്കാണ്ടിരുന്നത്. പിന്നെ അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, അതിനെ കുറച്ച് നേരം കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.